പ്രേമികളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആദരവോടുകൂടി അദ്ദേഹത്തെ ക്ഷണിക്കാം. പ്രിയ പുത്രനുമായ ഒരു മുഖവരുടെ ആവശ്യമില്ലാത്ത കായിക വികസനത്തിന്റെ കാലം അടയാളപ്പെടുത്തുന്ന വ്യക്തിത്വം. നിരവധി സിനിമകളിലൂടെ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച പ്രതിഭാശാലിയായ സംവിധായകനാണ്. അദ്ദേഹത്തെ അവതരിപ്പിക്കുന്ന തീം സോങ് ഈ പ്രതിഭകളുടെ സംഭാവനയാണ്. സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിൽ I would like to welcome ശ്രീ രാമൻകുട്ടി അവർ. I would like to welcome ശ്രീമതി അതുപോലെ തന്നെ ശ്രീ വസീമ കുട്ടി. ഒരു ഗംഭീര കൈഡി കൊടുത്തുകൊണ്ട് 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഈ ചടങ്ങിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്ന ശ്രീ വി അബ്ദുറഹ്മാൻ, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാലിക്കറ്റ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീനാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ 1 ലക്ഷത്തിലധികം ആളുകൾ കാൽനടയായും മാരത്തോണിലുമായും പങ്കെടുത്തതിന്റെ കായിക വകുപ്പിന് പുതിയ ദിശാബോധം നൽകുന്ന ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവരുടെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക്. ചില ദുർബല നിമിഷങ്ങളിൽ വീണ്ടും അതിന് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. കല്യാണത്തലേന്ന് വിനോദയാത്രയ്ക്കിടയിൽ കൂട്ടുകാരുമായി സംഘം ചേർന്നപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ഉണ്ടായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ നമുക്ക് ആ പ്രതിജ്ഞ വെറും ഒരു പ്രതിജ്ഞയായി, ഒരു ചടങ്ങിന് വേണ്ടിയുള്ള പ്രതിജ്ഞയായി മാറരുത്. നാളത്തെ ഒരു വാർത്തയ്ക്ക് വേണ്ടിയുള്ള പ്രതിജ്ഞയാവരുത്. ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞയാവരുത്. കുട്ടികൾ എപ്പോഴും പറയാനുള്ളൊരു കാര്യം, എനിക്ക് പഠിക്കാൻ സ്ട്രെസ്സാണ്, എനിക്ക് മറ്റുള്ള കാര്യങ്ങളിൽ സ്ട്രെസ്സാണ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിന് കാരണം നമ്മളവരെ മത്സരിക്കാനും ജയിക്കാനും മാത്രമാണ് പഠിപ്പിക്കുന്നത്. അവരൊരിക്കൽ പോലും തോൽക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അവരെ പൊതുസമൂഹം അവരെ ഉന്നതിയിലെത്തിക്കാനുള്ള വലിയ പ്രഷറാണ് അവർ ചെലുത്തുന്നത്. പരീക്ഷയായാലും പഠനമായാലും ഒക്കെ തന്നെ അവരെ മറ്റുള്ള കാര്യങ്ങളിൽ അവരെ ഉപദേശിക്കാൻ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ എപ്പോഴും അവരെ നമ്മൾ പ്രസ് ചെയ്യുന്നത് കൂടുതൽ പഠിക്കാനും കൂടുതൽ വിജയം നേടാനും ആണ്. ഒരിക്കൽ പോലും അവരുടെ പരാജയം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് വഴിതെറ്റുന്നത്. അത്തരത്തിലുള്ള ആ രീതി നമ്മൾ മാറ്റേണ്ടത്. ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരിടം കളിസ്ഥലമാണ് എന്നുള്ളതാണ് കായിക വകുപ്പും ഇപ്പോൾ സർക്കാരും കണ്ടെത്തിയിരിക്കുന്നത്. കാരണം നമ്മുടെ കളിക്കളങ്ങൾ സജീവമാണ്. ആ കളിക്കളങ്ങളിൽ നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികളും മയക്കുമരുന്ന് എൻ്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും സൂക്ഷിക്കുകയോ ഉള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ നാടിനോടും ജനങ്ങളോടുമുള്ള മലബാറിലുള്ളവരാണ്. കാരണം ഞാൻ കുറേ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോളിൻ്റെ മെക്ക എല്ലാവരും പറയും കൽക്കട്ട എന്ന് പറയും. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പറയാമെന്ന്, പക്ഷെ അവസാനം നമ്മൾക്ക് അറിയാം ഫുട്ബോളിൻ്റെ മെക്ക മലബാറാണ്. കാരണം അവിടുത്തെ ഫുട്ബോൾ പ്രേമികളെ പോലെ ലഹരിക്കുമുള്ള പ്രത്യേകത, മദ്യം ഒരാളുടെ അറിവില്ലാതെ കഴിക്കാൻ പറ്റില്ല. അയാൾക്ക് അത് കഴിക്കുമ്പോൾ മനസ്സിലാവും ഇത് മദ്യമാണ്. മറ്റ് പുകവലി മാർഗങ്ങൾ ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ 1 വർഷത്തെ ഏവിയേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, മോണ്ടിസോറി, TTC കോഴ്സുകൾക്കൊപ്പം 3 വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം. അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങും, മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും. യോഗ്യത +2 ഡിഗ്രി. +2 തോറ്റവർക്കും അപേക്ഷിക്കാം. 2025-2026 ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ബ്രാഞ്ചസ് തിരൂർ, വളാഞ്ചേരി, ചെമ്മാട്, എടപ്പാൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 80757 64120 79026 38001 99466 53040.